guys, welcome back to my YouTube channel. Hi guys, welcome back to my YouTube channel. അങ്ങനെ 2 മാസത്തിന് ശേഷം ഞാനതാ ഒരു പുതിയ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യും. ഈ വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. ഇത് എൻ്റെ ഫ്രണ്ട് അരുണാണ്. ഇവിടെ നിർത്തണേ. ഞാനും പിന്നെ എൻ്റെ ഒരു കസിൻ ജോവനും കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് കൽപ്പറ്റയ്ക്ക് പോവാണ്. ഓഫായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇന്ന് കൽപ്പറ്റയ്ക്ക് പോവാണ്. നമ്മുടെ ടിയാഗോ മറീന മോട്ടോഴ്സിൽ സർവീസിന് കൊടുത്തിട്ടുണ്ട്. അതെടുക്കാൻ വേണ്ടി നമ്മുടെ കിലോമീറ്റർ സർവീസ് ആയതിൻ്റെയാണ്. അതെടുക്കാൻ വേണ്ടി നമ്മൾ പോകുന്നു. ഇത് അരുൺ കുറേ നാളായിട്ട് നമ്മുടെ റിസോർട്ടിൽ ജോലി ചെയ്യുന്നു. കാര്യങ്ങളൊക്കെ നല്ലോണം നോക്കും. അടിപൊളിയാണ്, വേറെ സീനൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ജോവിൻ്റെ വീട്. ജോവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിന്നാണ് മസ്നഗുഡി വ്ളോഗ് ചെയ്ത സമയത്ത് ജോവിൻ നമ്മുടെ കൂടെ ബൈക്കിലുണ്ടായിരുന്നു. അവനാണ് ജോവിൻ. അപ്പം നമ്മൾ അവനെയും കൂട്ടി നമ്മൾ കൈനാട്ടിയുള്ള കൽപ്പറ്റയുള്ള മറീന മോട്ടോഴ്സിൽ പോയിട്ട് നമ്മുടെ വണ്ടി സർവീസിന് കൊടുത്തിട്ടുണ്ട്. അതെടുത്തിട്ട് നമ്മൾ തിരിച്ചു വരും. അതാണ് ഇന്നത്തെ ടാസ്ക്. അതെ, അതാണ് ഇന്നത്തെ ടാസ്ക്. വേറെ പണിയൊന്നുമില്ല, കോളെല്ലാം കഴിഞ്ഞു. പെയിന്റ് ഒന്ന് അടിച്ചെന്ന് പറയണ്ടായിരുന്നു പുതിയതായിട്ട്. എന്ത് വണ്ടിക്ക്? അല്ല, വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു കോട്ടിങ് ചെയ്തു, പെയിന്റ് പ്രൊട്ടക്ഷൻ. അപ്പോൾ ആ കോട്ടിങ് ചെയ്യാൻ വേണ്ടിയാണ് താമസിച്ചത്. വണ്ടി ഇന്നലെ കൊടുത്തതാണ്. ഇന്ന് ഉച്ചയ്ക്ക് തരാമെന്ന് പറഞ്ഞു. 1 മണിയാകുമ്പോഴത്തേക്കും തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം എത്രയും ഇപ്പോൾ സമയം 12 മണി ആയിട്ടുള്ളൂ. നമുക്ക് എന്തായാലും 1 മണിക്കൂർ വേണം നമുക്ക് അവിടെ എത്താൻ. ബസ്സൊക്കെ കയറി പോകണം. അതെ, ഇന്ന് ഇലക്ഷന്റെ ചൂടാണ് ഗൈസ്. നമ്മളൊരു പാർട്ടിയിലും ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. നമ്മളൊരു പാർട്ടിയിലും സപ്പോർട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കുന്നില്ല. എല്ലാവർക്കും അതെല്ലാം ഓരോരുത്തരുടെ അവകാശമാണ്. ഇൻഡിവിജ്വൽ ഡിസിഷനാണ്. അത് നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം കഴിഞ്ഞ എത്രാം തീയതി? 27-ാം തീയതി ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞ 26-ാം തീയതി 27-ാം തീയതി നിങ്ങളെല്ലാം വോട്ട് ചെയ്തു. അത് കഴിഞ്ഞു. ഇനിയിപ്പം ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ദൈവം വിചാരിച്ചാൽ പോലും നടക്കൂല. 1,00,000 സംതിങ് ഇപ്പൊ ലീഡ് നിൽപ്പുണ്ട് രാഹുൽ ഗാന്ധി. അത് ഇവിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ജയിക്കുള്ളൂ. പക്ഷേ നമുക്ക് ഇന്ത്യ സഖ്യം നമുക്ക് ജയിച്ചായിരുന്നെങ്കിൽ, സെൻട്രൽ ലോക്സഭ ജയിച്ചായിരുന്നെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ മണ്ഡലത്തിൽ നിന്നായേനെ. പക്ഷെ ഞങ്ങളുടെ മണ്ഡലം ഭയങ്കര ഉയർന്നു പോയേനെ. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഒരു ട്രെൻഡ്, ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്താ? രാജശേഖരൻ ലീഡ് എത്തിയിട്ടുണ്ട്. ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. ഇപ്പൊ എല്ലാ പിള്ളേരും പുറത്തു പോവാണ് പഠിക്കാൻ വേണ്ടി. പുതുതലമുറയ്ക്ക് ഇവിടെ ഇന്ത്യ നിൽക്കുന്നില്ല ആരും. അത് ഈ പറയുന്ന ഞാൻ പോലും പോകാനുള്ള പരിപാടിയാ. അതുകൊണ്ട് ആരും ഇതൊന്നും മൈൻഡാക്കുന്നില്ല. പുറത്തു പോകുന്ന കാര്യങ്ങളാണ്. പിന്നെ നല്ല കാര്യങ്ങൾ BJP ചെയ്യുന്നുണ്ട്, കുറെ മോശം കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ പാർട്ടി നോക്കിയാലും അങ്ങനെ ഉണ്ടാവും. പിന്നെ നമ്മൾ അതിനെപ്പറ്റി വലിയ ഇത് സംസാരിച്ചിട്ട് കാര്യമില്ല. പാർട്ടിനെ പറ്റി എനിക്ക് സംസാരിക്കാനും വലിയ താല്പര്യമില്ല. രാഷ്ട്രീയം എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കേസാണ് അല്ലേ അരുണേ? അതെ, അരുണിന് പാർട്ടി ഇല്ലാന്ന് വരെയാ പറഞ്ഞേക്കുന്നത്. അതെ, ഞങ്ങൾക്കും പാർട്ടിയൊന്നും ഇല്ല. അതെ, നമ്മള് നല്ലതിന് നോക്കി നമ്മൾ വോട്ട് കൊടുക്കും അല്ലേ? അത്രേ ഉള്ളൂ. ആ ഒരു പോളിസിയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇത് അരുണിന്റെ ഇഗ്നിസ് ആണ്. ഇത് ഫുൾ ടൈം ഞാനിപ്പോ ഈ വണ്ടി എടുത്താണ് ഉപയോഗിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ജോവൻ വരുന്നേ ഉള്ളൂ. ജോവിന് ഡ്രസ്സ് മാറ്റണം എന്നാണ് പറഞ്ഞ്. ജോവൻ വന്നിട്ടില്ല. ജോവൻ വന്നിട്ട് ഞങ്ങൾ 4 മൈൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ബസ് എടുത്തിട്ട് നമ്മൾ കൈനാട്ടിൽ പോയി ഇറങ്ങും. കൈനാട്ടിൽ നിന്ന് നമ്മൾ 1 കിലോമീറ്റർ നടക്കും. ഓട്ടോ ഇല്ലെങ്കിൽ നമ്മൾ നടക്കും. നടന്നിട്ട് നമ്മൾ മറീന മോട്ടോഴ്സിൽ പോയി വണ്ടി എടുക്കും, പോരും. ഞാനിപ്പം അവർ പറഞ്ഞു 1 മണിയാകുമ്പോൾ വണ്ടി തരാമെന്ന് പറഞ്ഞു. 12 മണി ആയതേ ഉള്ളൂ. വെയിറ്റ് ചെയ്യുന്നു. ഗൈസ്, നമ്മുടെ ജോവിൻ അവിടെ തുണിയൊക്കെ മാറാൻ വേണ്ടി വീട്ടിൽ കയറി പോവാണ്. അത് വീട്ടിലെ കുറച്ച് പരിപാടികളൊക്കെ ആയിട്ട് ഇച്ചിരി തിരക്കായി പോയി. ജോവിനെ വാ. ശേഷം സ്ക്രീനിൽ ഗൈസ് നോക്കിക്കാ നമ്മുടെ ജോവിൻ. വേമാടാ, എടുത്തോ. ഗൈസ്, അങ്ങനെ ജോവിൻ വണ്ടി കയറി. ഗൈസ്, ഞങ്ങളിതാ കാട്ടിച്ചിറക്കൽ പള്ളീൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ ലെഫ്റ്റ് കട്ട് ചെയ്തു. പീച്ചങ്കോടുള്ള ഒരു സുഖുവേട്ടൻ്റെ ബേക്കറി ഉണ്ട്, ഫ്രഷ് ബേക്കറി. ആ ഫ്രഷ് ബേക്കറിയിൽ ഒരു സ്പെഷ്യൽ ലൈവ് കിട്ടും. അപ്പൊ ഗൈസ്, ഞങ്ങൾ ആ ലൈവ് കുടിക്കാൻ വേണ്ടി ഞങ്ങളിതാ 3 പേരും കൂടി പുറകിലതാ ജോലി ഇരിക്കുന്നത്. ഞങ്ങളത് 3 പേരും കൂടി ലൈവ് കുടിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കണം. ഭയങ്കര ഫേമസ് ലൈവ് എന്ന് പറഞ്ഞാൽ ഫേമസ്. അവിടെ ഒരു ഡോണറ്റ് ഉണ്ട്. ഡോണറ്റ് ഭയങ്കര ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുക. സംഭവം ഞാൻ പറഞ്ഞിട്ടാണ് എന്റെ കൂട്ടുകാരോട് പറഞ്ഞത്. കൂട്ടുകാരൻ പോയി വീഡിയോ എടുത്തത് ഭയങ്കര വൈറലായി. ചോക്ലേറ്റ്. ശരി, ഇവൻ ലൈക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളത് എത്താനായി. വേമട് പയ്യെ പോയാ. അപ്പൊ ഇതാണ് കട. ഇവിടെ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. നമുക്ക് ഇതൊക്കെ ബൾക്ക് ഓർഡർ ആയിട്ട് ഇതുണ്ടോ, വണ്ടിയൊക്കെ കൊണ്ടുപോകും. ഇതിനകത്ത് ഫുള്ള് ലോഡ് കയറ്റി കൊണ്ടുപോകുന്ന. പിന്നെ ഇതാണ് നമ്മുടെ സുഖേട്ടൻ്റെ ചായക്കട. ഇതാണ് ഫ്രഷ് ബേക്കറി.
ഞങ്ങളവിടെ ചെല്ലുമ്പോഴത്തേക്കും ഇതാ അതുണ്ടോ, നമ്മളിങ്ങനെ കാണിച്ചാൽ മതി, 3 കാണിച്ചാൽ അവരവിടെ ലൈം അടിച്ചു വെക്കും നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും. അതാണ് ഇവിടുത്തെ നമ്മളുള്ള ബന്ധം. ഒരു ദിവസം ഒരു 4 തവണയെങ്കിലും ഞങ്ങളുടെ ഇവിടെ ലൈം ഓടിക്കും. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് 2 കിലോമീറ്റർ ഉള്ളൂ. ഞങ്ങൾ സ്ഥിരം ഇവിടെ വരും ലൈം ഓടിക്കും. ഗൈസ്, ഇതാണ് നമ്മുടെ സുഖേട്ടന്റെ കട. ഇതേ നിൽക്കുന്നത് നമ്മുടെ സുഖേട്ടൻ. സുഖേട്ടാ സുഖല്ലേ? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? അടിപൊളി. ഇതേ പഴംപൊരിക്കുള്ള പഴമല്ലേ? പഴംപൊരിയോ പരം നിറച്ചോ? പഴംപൊരി. ഇതേ അവിടെ മീനെല്ലാം മറത്തോണ്ടിരിക്കുന്നുണ്ട്. ഗൈസ്, ഇത് നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കട്ടെ, ഇവിടുത്തെ ജോലിക്കാർക്ക് വേണ്ടി സുഖേട്ടന്റെ വകയുള്ള ചോറാണല്ലേ സുഖേട്ടാ? യെസ്, സാമ്പാർ. ഇതുണ്ടോ എന്ത് വൃത്തിയാന്ന് നോക്കി. ഇത് നോക്ക്, പപ്സ് ഒക്കെ ഉണ്ടാക്കി അടുക്കി വെച്ചേക്കുന്നുണ്ട്. ഇതൊക്കെ വൈകുന്നേരം വന്ന് തീരും കേട്ടോ. നിങ്ങൾ കാണുന്ന ഇതുണ്ടോ, ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഉണ്ട് പപ്സ്. അതാ അതെ, ഇതാണ് നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ്. ഈ ബിൽഡിങ്ങിന്റെ 2ാം നില നിറച്ചും സ്റ്റാഫാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഡോണറ്റ്. ഭയങ്കര ഫേമസ് ഡോണറ്റാണ്, പക്ഷെ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇതല്ലേ ഡോണറ്റ്. ഗൈസ്, ഇതുണ്ടോ പ്രൊഡക്ഷന് വേണ്ടി. ക്യാമറയ്ക്കൊന്നും ക്ലാരിറ്റി ഇല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും അടിപൊളിയായിട്ട് ഇതാണ്. എന്തൊരു ചേച്ചിമാർ അവിടെ നിന്ന് പണിയെടുക്കുന്നത് എനിക്ക്. ഇത്രയും വൃത്തിയിൽ, ഇത്രയും തലയിൽ ഇതിനെന്താ പറയുക, ഹെയർ ക്യാപ്പ് അല്ലേ? ഹെയർ ക്യാപ്പ് ഒക്കെ വെച്ച് പണിയുന്ന വേറെ ഏത് സ്ഥലമുള്ള അല്ലേ സുഖേട്ടാ? സുഖേട്ട ഇച്ചിരി പൊക്കിയാൽ മതി. ഞങ്ങൾ ലൈമെല്ലാം കുടിച്ചതാ വണ്ടി കയറി. ഇനി നാലമ്പയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി നമ്മൾ ബസ് കയറി നമ്മൾ കൽപ്പറ്റയ്ക്ക് പോവാൻ വേണ്ടി പോവാണ്. എങ്ങനെയുണ്ടായിരുന്നു ലൈം? നല്ല കൂളായിട്ടുണ്ട്. എടാ എങ്ങനെയുണ്ട് ലൈവ്? നല്ല ഫ്രഷ് ലൈവ്. ഓക്കെ ഗൈസ്, അപ്പൊ ഞങ്ങളിതാ 4-ാം മൈലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 4-ാം മൈലെത്തി. അരുണിനോട് ചാറ്റ പറയുന്നു. അരുണേ ബൈ. ബൈ. ഗൈസ്, ഞങ്ങളിത് 4-ാം മൈലിൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ 2 പേരും കൂടി കൽപ്പറ്റയ്ക്ക് പോകണം ഗൈസ്. അങ്ങനെ ഇതേ കൽപ്പറ്റ ബസ് വന്ന് ഞങ്ങളിതാ കൽപ്പറ്റ ബസ് ചാടിക്കറിയിട്ടുണ്ട്. ഇനി ഏറ്റവും പുറത്തെ സീറ്റ് ജോലിയായിരുന്നു. അതാണ് യെസ്. ഗൈസ്, അങ്ങനെ ഒരു KSRTC പുറകിൽ കയറി അതെ, ആനവണ്ടി എന്നും പറയും. ഇതിന്റെ ഒരു സീറ്റ് കണ്ടോ? ഇതാ മുമ്പിൽ നോക്കടാ, ഒരു പ്രത്യേക സീറ്റ് ഉണ്ടോ? ക്വസ്റ്റ്യനൊന്നും ഇല്ലാത്ത. ഇത് ഭയങ്കര പഴക്കം ചെന്ന ബസ്സാന്ന് തോന്നുന്നു. കൽപ്പറ്റ എത്തിയ ഭാഗ്യം. അങ്ങനെ ഞങ്ങൾ പനമരം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇതേ പനമരം ബസ് സ്റ്റാൻഡ്. ഞങ്ങളിവിടെ സ്റ്റിൽ പോസ്റ്റ് എൻ്റെ മോനെ വണ്ടിയൊക്കെ സ്ലോയാന്നറിയാം. നമുക്ക് വയനാട്ടിലെ ഓഫ് റോഡ് ജീപ്പുകളൊക്കെ നന്നാക്കുന്ന ഒരു വർക്ക്ഷോപ്പാണ് ഉള്ളത് നമ്മുടെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇത് കൈലാട്ടി എത്തിപ്പാ. നമുക്ക് ഇനി ഒരു ഓട്ടോയിൽ കയറിയിട്ട് നമുക്ക് ഷോറൂമിലേക്ക് പോകാൻ. ചെറുതായിട്ട് മഴ ചാടി തുടങ്ങിയോടാ. ചേട്ടാ പോവോ? ഞങ്ങളിത് ഈ ഓട്ടോയിൽ കയറി മറീന മോട്ടോഴ്സിൽ പോയി ഇറങ്ങാൻ പോവാ. അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നമ്മളിനി പോകും. ഗൈസ്, അങ്ങനെ ഞങ്ങൾ 1 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ മറീന മോട്ടോഴ്സിലേക്ക് എത്തും. മറീന മോട്ടോഴ്സിൽ എത്തിയിട്ട് നമ്മുടെ വണ്ടിയുടെ പോളിഷ് ചെയ്ത് അവർ ബില്ലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബില്ലൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങും. അങ്ങനെ ഇവൻ്റെ ക്രെഡിറ്റ് കാർഡാണ് നമ്മളിന്ന് കൊടുക്കാൻ പോകുന്നത്. അതെ, ക്രെഡിറ്റ് കാർഡിന് പ്രൊമോഷൻ കൊടുക്കില്ല. ഏത് ബാങ്കാന്നൊന്നും പറയില്ല, കാർഡ് ഏതാണെന്നൊന്നും പറയില്ല. നമ്മളിന്ന് ക്രെഡിറ്റ് കാർഡ് നമ്മൾ ചെയ്യും. ഓ ഗായ്സ്, ഇതാണ് നമ്മുടെ മറീന മോട്ടോഴ്സ്, വയനാട്ടിലെ കൽപ്പറ്റയുള്ള മറീന മോട്ടോഴ്സ്. എവിടെ നമ്മുടെ കാറ്? ഓ, കാറ് കാണുന്നില്ലല്ലോ. ആ, അതേ കിടക്കുന്നു നമ്മുടെ കാറ്. യെസ്, അതേ പൈസ കൊടുത്ത് ദേ ഇറങ്ങി. ചേട്ടാ ബൈ. ഓക്കെ, അതെ നമ്മളതേ നമ്മുടെ വണ്ടി ഇതേ കിടക്കുന്നു. പോളിഷൊക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി സർവീസൊക്കെ കഴിഞ്ഞ് കിടപ്പുണ്ട് കൈ. നമുക്ക് നമ്മുടെ ആ വണ്ടിയുടെ ഫ്രണ്ടിലെ സാധനം നോക്കാം. എടാ എന്നെ കാണിക്കണം. നമ്മുടെ വണ്ടീൻ്റെ എയർ ഫിൽറ്റർ കേസ് ഉണ്ട്. അത് ഇന്നാട് പൊട്ടിച്ചെറിഞ്ഞു. ഓ ഗൈസ്, അത് പൊട്ടിച്ചിട്ടില്ല, സെറ്റായി. ഈ ക്ലാമ്പ് മാറാൻ പറഞ്ഞു, അത് മാറി.
വണ്ടി നീറ്റായിട്ട് നമ്മളത് വണ്ടി ഒന്ന് പോളിഷ് ചെയ്തു കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് ടെഫ്ലോൺ കോട്ടിങ് ചെയ്തായിരുന്നേ. നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അവിടെ കാർഡ് എടുക്കണം. വണ്ടി ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ സർവീസ് എല്ലാം കഴിഞ്ഞ് ഇതാണ് സോനു സർവീസ് അഡ്വൈസർ. അതെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും നീറ്റായിട്ട് എല്ലാം എപ്പോഴും ഞാനിവിടെ വണ്ടി കൊണ്ടുവരുമ്പോൾ നീറ്റായിട്ട് ചെയ്തു തരുന്നതാണ് ആള്. നമ്മളത് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ക്രെഡിറ്റ് കാർഡ് എടുക്കുക. ജോബിലൊക്കെ ആദ്യം ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് ഒരു പേയ്മെൻറ്റാണ്. യെസ് ഗൈസ് അങ്ങനെ നമ്മളിത് മറീന മോട്ടോഴ്സിൽ നിന്ന് ബില്ലൊക്കെ സെറ്റിൽ ചെയ്ത് നമ്മൾ വണ്ടി എടുക്കുന്ന വണ്ടി എടുത്ത് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോകും. ടെസ്റ്റ് ഡ്രൈവ് നോക്കാൻ പോവാണ്. ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നോക്കണം. ഗൈസ് അങ്ങനെ നമ്മളിത് വണ്ടിയെല്ലാം എടുത്ത് കൈമാറ്റ് കണ്ണാടി കാണിട്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് ഞങ്ങളിപ്പോൾ പോകുന്ന വഴിക്ക് ഓടിച്ചു നോക്കാം. വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആകെ മാറേണ്ടത് ലോവർ ആമിൻ്റെ ബുഷ് ഒരു 4 പോയായിരുന്നു, 2 പോയായിരുന്നു. അത് സെറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് മാറി. പിന്നെ നമ്മുടെ വീൽ ബെയറിംഗ് ഒന്ന് പോയായിരുന്നു, അത് മാറി. പിന്നെ കിലോമീറ്റർ സർവീസ് ആയിരുന്നു, ഇത്രയും ചെയ്തു. പിന്നെ ബോണറ്റിൻ്റെ നമ്മുടെ ഈ ബോണ്ട് ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡ് ഒന്ന് ചെറുതായിട്ട് പൊട്ടിപ്പോയിരുന്നു, സ്റ്റാൻഡിൻ്റെ അറ്റത്തെ ക്ലിപ്പ്, അതും മാറി. ഇത്രയാണ് നമുക്ക് ഈ വണ്ടിക്ക് പണിയെടുക്കാനുണ്ടായിരുന്നത്. പണിയെല്ലാം എടുത്തു, ഞങ്ങളത് പേയ്മെൻ്റ് എല്ലാം ചെയ്ത് ഞങ്ങളത് പോയിക്കൊണ്ടിരിക്കുന്നു. സ്റ്റിയറിംഗ് കളിക്കുന്നു. ആ ഗായസ് ഇവന്മാര് സ്റ്റിയറിംഗ് കളക്കിട്ടേക്കോ. സ്റ്റിയറിംഗ് കളക്കിട്ടേ അത് നോക്കില്ല. ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മളിത് വണ്ടി പറക്കുന്നുണ്ട്. അതെ, കുഴപ്പമൊന്നുമില്ല, വേറെ കുഴപ്പമൊന്നും തോന്നില്ല ഗായ്സ്. അങ്ങനെ നമ്മൾ സാധാരണ വണ്ടി സർവീസ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ട്രിപ്പ് എപ്പോഴും റീസെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, നമ്മളിത് 0-0 ട്രിപ്പ്, നമ്മൾ 2 ട്രിപ്പും നമ്മുടെ എയും ബിയും നമ്മൾ ട്രിപ്പ് 0-0 ആക്കി വെക്കും. കാരണം അടുത്ത സർവീസ് നമുക്ക് നോക്കണല്ലോ, എത്ര കിലോമീറ്റർ സർവീസ് നമ്മൾ കിലോമീറ്റർ നോട്ട് ചെയ്ത് വെക്കേണ്ട. ട്രിപ്പുകൾ നമ്മളൊന്ന് റീസെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് മൈലേജ് നമുക്ക് കറക്റ്റ് അറിയാം. വണ്ടിക്ക് തീരെ മൈലേജ് ഇല്ല, വണ്ടിക്ക് മൈലേജ് പോയിട്ട് ഒരു കുന്നുമില്ല. അത് സീനാണ്, വണ്ടിക്ക് മൈലേജ് ഇച്ചിരി സീനാണ്. അതിന് ഞാൻ ഓടിക്കുന്നതിൻ്റെ ആണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും കുഴപ്പമൊന്നുമില്ല, വണ്ടി ഓടിച്ചിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല. 1-2 സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ സോൾവ് ആക്കി തന്നു. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പറപ്പിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. പോകുന്ന കഴിക്കും നമ്മളൊരു ചായ കുടിക്കും. ഉച്ചയ്ക്ക് 1:30. അപ്പോൾ നമ്മൾ നല്ലൊരു ചൂട് ചായ ചൂടത്ത് നമ്മൾ കുടിക്കുന്നതായിരിക്കും. ഇവിടെ ഒരു ഫേമസ് ബേക്കറി ഉണ്ട്, വാൾനട്ട് കേക്ക്സ് എന്ന് പറഞ്ഞ്. ആ വാൾനട്ട് കയറിയിട്ട് നമ്മൾ നല്ലൊരു ചായയും നല്ലൊരു മിൽക്ക് ബൺ. നിനക്ക് മിൽക്ക് ബണ്ണാണോ വേണ്ടത്? എന്നാൽ മിൽക്ക് ബണ്ണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോകും. നമുക്ക് ആ കടയിൽ നിന്ന് കാണാം. അതെ, കടയിൽ നിന്ന് കാണാം. ഗൈസ്, അപ്പോൾ വണ്ടിയൊക്കെ നല്ല നീറ്റാണ്. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഓടിച്ചു, കുഴപ്പമൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുപോയി കൊടുത്ത് നല്ല സർവീസ് ആട്ടോ. ടാറ്റയ്ക്ക് സൂപ്പർ സർവീസാണ്. എല്ലാവരും പറയും ടാറ്റേൻ്റെ സർവീസ് കൊള്ളത്തില്ല, തിരിച്ചു പിടിക്കില്ലേ, ടാറ്റേൻ്റെ സർവീസ് കൊള്ളത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ മറീന മോട്ടോഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ചെയ്തത് വെച്ച് മറീന മോട്ടോഴ്സും പിന്നെ അതേപോലെ തന്നെ ലെക്സൺ ടാറ്റ ഗൈസ്, എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ വഴിക്കൊക്കെ പോകുന്ന വഴിക്ക് പിള്ളേരൊക്കെ ഇരുന്ന് കൈ നീട്ടും ലിഫ്റ്റിന് വേണ്ടി. നമ്മൾ അറിയുന്നവരാണെങ്കിൽ മാത്രം നമ്മൾ ലിഫ്റ്റ് കൊടുക്കുക, അറിയാത്തവർ ആരെയും നമ്മൾ വണ്ടി കയറ്റരുത് ഗൈസ്. ഞാൻ പറയുകയാണെങ്കിൽ എന്താ വെച്ചാൽ ഇപ്പം എല്ലാവരുടെ അടുത്തും കഞ്ചാവും മയക്ക് വരുന്ന എല്ലാ സാധനങ്ങളും ഉണ്ടാവും. പോകുന്ന വഴിക്കെങ്ങാനും കഷ്ടകാലത്തിന് വണ്ടി എങ്ങാനും ചെക്ക് ചെയ്തിട്ടെങ്ങാനും പോലീസ് എങ്ങാനും പൊക്ക് ചെയ്യുക, നമ്മുടെ വണ്ടിയും സീസ് ചെയ്യും, നമ്മൾ അതിനകത്ത് പ്രതിയാവും. ഒന്നും അറിയാണ്ട് നമ്മൾ അറിയാത്തവർക്ക് ലിഫ്റ്റ് കൊടുക്കും. ഇപ്പം ഞങ്ങൾ ഇത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിപ്പോൾ വരുന്ന വഴിക്ക് കുറച്ച് പിള്ളേർ അവിടെ കിടന്നിട്ട് ആ ലിഫ്റ്റ് ചോദിച്ചു. അപ്പം ഞാനിപ്പോൾ അത് ഓർത്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്, ഒരു മെസ്സേജ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഗായ്സ് നോക്ക്, നമ്മളിത് വാൾനട്ട് കേക്സിലേക്ക് വണ്ടി കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നമ്മുടെ പനമരത്തുള്ള വാൾനട്ട് കേക്സ്. ഇത് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടുത്തെ ഒരു ക്രീം ബണ്ണുണ്ട്. ക്രീം ബണ്ണിൻ്റെ വീഡിയോ ലെസ്ഗോ വയനാട് എന്ന് പറഞ്ഞ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഫസ്റ്റ് ചെയ്തായിരുന്നു. അത് ഭയങ്കര വൈറലായി, അത് നല്ല റീച്ച് ആയിരുന്നു. അതിനുശേഷം കുറേ യൂട്യൂബേഴ്സ് ചെയ്തിട്ട് ഇത് ഭയങ്കര ഫേമസ് ആയിരുന്നു ഈ സാധനം. അപ്പോൾ നമ്മൾ ഇന്ന് അതൊന്ന് കാണിക്കും, നമ്മുടെ യൂട്യൂബ് ചാനലിൽ സാധനം ഇന്ന് കാണിക്കും. നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഗൈസ്. അപ്പം നമ്മളത് പയ്യെ നടന്നത് വാൾനട്ട് കേക്സ് കയറാണ്. ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ ഇതേ വാൾനട്ട് കേക്സിലിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ സ്നാക്സ്. ബൺ, മിൽക്ക് ബൺ ഗൈസ്. അപ്പം ഞങ്ങളിതാ ഇവിടെ സീറ്റ് ഉറപ്പിച്ചു. ഇതേ ജോവൻ ഇത് ഇവിടെ ഉണ്ട്, അപ്പോൾ മിൽക്ക് ബണ്ണിനെ നോക്കിയിരിക്കുക ഗൈസ്. ഇതാണ് നമ്മുടെ മിൽക്ക് ബൺ. ഇതാ ഇത്രയും സ്നാക്സ് ഇവിടെ ഉണ്ട്. ഇതേ എന്തോരം അടിപൊളി സ്നാക്സ് എന്ന് അറിയാം, വേറെ എടുത്തില്ല, ഭയങ്കര ടേസ്റ്റാണ്. ഇത്
വയനാട്ടിലുള്ള ഏകദേശം 5-6 കടകൾ ഇവർക്കുണ്ട്. ടോട്ടൽ 5-6 കടകളുണ്ട്. എല്ലാ മെയിൻ സിറ്റീസിലും ഇവർക്ക് കടകളുണ്ട്. ആകെ 5 സിറ്റി ഉള്ളൂ വയനാട്ടിൽ. അപ്പോൾ മെയിൻ സിറ്റീസിലെല്ലാം ഇവർക്കുണ്ട്. നമുക്കിനി ചായ കുടിക്കാം. ചായ കുടിക്കാം. നമ്മുടെ ഇവർക്ക് മിഷൻ കോഫിയാണ് കേട്ടോ. മിഷൻ കോഫി എടുത്തിട്ട് നമ്മൾ ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിൽ പോകും. ഗൈസ്, ഈ ഇരിക്കുന്ന ജാഗരിയൊക്കെ എന്നാ ടേസ്റ്റാണെന്നറിയാം. ഈ കുക്കീസിനൊക്കെ വമ്പൻ ടേസ്റ്റ് ഇവിടെയുള്ള ഇത് ഈ റിച്ച് പ്ലം കേക്ക്. ഇതൊക്കെ ഞാനൊക്കെ ക്രിസ്മസിന് കുറേ മേടിച്ച് തിന്നാറുണ്ട്. എന്തോ എന്ത് അടിപൊളി സാധനങ്ങൾ. ഇവരുടെയൊക്കെ ചിപ്സും ഇവരുടെയൊക്കെ കപ്പ വറുത്തത് അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. വെറൈറ്റി ടേസ്റ്റ്. ആ അതെ. നമ്മുടെ മിൽക്ക് ബണ്ണുമായിട്ട് ചേട്ടൻ വരുന്നുണ്ട്. യെസ്, ഇതാണ് നമ്മുടെ സാധനം. ഇതൊന്ന് പൊളിച്ച് കാണിച്ച്, തുറന്ന് കാണിച്ച്, നടുവ് കീറി. ഗൈസ്, ഇതാണ് നമ്മുടെ മിൽക്ക് ബൺ. എല്ലാവരും വിചാരിക്കും ഇതെന്താ ഈ മിൽക്ക് ബൺ എന്താ? ഈ കാണുന്നതെല്ലാം മിൽക്കാണ്. ഇത് കണ്ടോ എന്ത് ടേസ്റ്റാണെന്നറിയോ ഇത് കഴിക്കുമ്പോൾ. ഗൈസ്, ഇതാണ് നമ്മുടെ ചായ. നമുക്ക് ടീ ബാഗൊക്കെ ഇട്ട് നല്ല ടെറ്റ്ലീൻ്റെ ടീ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. എങ്ങനെയുണ്ട് ജോനെ മിൽക്ക് ബൺ? ഞാനിവിടെ സ്ഥിരം കയറാറുണ്ട്. ഞാനിതിലൂടെ എവിടെ പോയാലും കൽപ്പറ്റ ഇവർക്ക് ഷോപ്പുണ്ട്, ബത്തേരി ഉണ്ട് ഷോപ്പ്, പിന്നെ പനമരമുണ്ട്, പുൽപ്പള്ളി ഉണ്ട്, വൈത്തിരി ഉണ്ട്, മാനന്തവാടി ഉണ്ട്. എല്ലായിടത്തും ഇവർക്ക് തന്നെ ഷോപ്പുണ്ട്. അപ്പം എവിടെ പോയാലും ഞാൻ ഇതിനകത്ത് കയറി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടേ ഞാൻ പോകാറുള്ളൂ. ജോയി നോക്കും ഇവനെന്തൊരു തള്ളുന്നതെന്ന്. കൈസിന് 3 പാക്കറ്റെങ്കിലും ഇട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇവരുടെ ചായക്ക്. 3 പാക്കറ്റ് ഷുഗറെങ്കിലും നമ്മൾ ഇടണം. അതെ, ഇതൊക്കെ നമ്മൾ നേരത്തെ പോയി ലൈൻ കുടിച്ച സുഖേറിൻ്റെ കട കഴിഞ്ഞാൽ പിന്നെ അടുത്ത കട കഴിഞ്ഞാൽ. അതെ അതെ ഗൈസ്, അങ്ങനെ ഞങ്ങളിത് വാൽനട്ടിൻ്റെ ഫുഡെല്ലാം കഴിച്ച് ചായ എല്ലാം കുടിച്ച് ഞങ്ങളിങ്ങനെ ഇറങ്ങി. ഇതാണ് നമ്മുടെ പനമരം പള്ളിയാണിത് കാണുന്നത്. പള്ളീൻ്റെ ബിൽഡിംഗ് ആണിത്. അതെ, ഞങ്ങളിനി പയ്യെ വണ്ടി കയറി നമ്മുടെ വീട്ടിലേക്കുള്ള കുറേ സാധനങ്ങൾ എടുത്ത് ഈ ഷോപ്പിൽ നിന്നാണ്. ഇവന്റെ വീട് പുതിയതായി പണിതേ ഉള്ളൂ കേട്ടോ. ഇവന്റെ വീട് നല്ല പുതിയ ഫ്രഷ് വീടാണ്, ഫ്രഷ് ടു ഹോം. ആ ഗായ്സ്, അപ്പോൾ നമ്മളിതാ വാൾനട്ടിൽ നിന്ന് വണ്ടി എടുത്ത് നമ്മളിതാ ഇറങ്ങി. ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും. ഇപ്പോൾ റോഡ് പണിയൊക്കെ നടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ എൻ്റെ വീടെത്തും. നമ്മുടെ സ്റ്റോപ്പിലേക്ക് നമ്മുടെ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നമ്മുടെ വീട്ടിലേക്കുള്ള ഡയറക്ഷൻ എടുത്തു. വലിയ ലോറി വണ്ടികളൊക്കെയാണ് വരുന്നത്. പക്ഷേ എന്തായാലും കുഴപ്പമില്ല, അവർ പെട്ടെന്ന് ഒതുക്കി തന്നു. സാധാരണ ഉള്ളവന്മാർ ഒതുക്കി തരില്ല കേട്ടോ. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ അത് എത്തി. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സൈനിങ് ഓഫ് ഫ്രം ടിയാഗോ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. കണ്ടിന്യൂസ് ഇല്ലെങ്കിലും എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഒരാഴ്ചയിൽ 2-3 വീഡിയോ ഞാൻ ഇടാൻ ശ്രമിക്കാം. ഈ ആഴ്ച ഞങ്ങൾ എറണാകുളമൊക്കെ പോകുന്നുണ്ട്. എൻ്റെ ഗ്രാജുവേഷൻ ഡേ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ നമ്മൾ എടുക്കുന്നതായിരിക്കും, അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനുള്ള പരാതിയാണ് എൻ്റെ അപ്പനെ കാണിച്ചിട്ടില്ല അത്. അപ്പോൾ ഈ ആഴ്ച എറണാകുളം പോകുമ്പോൾ എൻ്റെ ഡാഡി എൻ്റെ ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പം ഞാനും അമ്മയും പപ്പയും കൂടെയാണ് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത്. പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നതല്ല, ഫുൾ കൗണ്ടർ അടിയാണ്. അപ്പം ചടിയൊക്കെ ഇങ്ങനെ വാരി എറിയുന്നതാണ്. അപ്പം നമുക്ക് കാണാം. അപ്പോൾ അങ്ങനെ ഒരു സസ്പെൻസ് വീഡിയോ ആണ് ഇനി അടുത്ത ദിവസങ്ങളിൽ വരുന്നത്. വെള്ളിയാഴ്ച ഞാൻ എറണാകുളം പോകും. ശനി ഞായർ ഞാൻ എറണാകുളം ഉണ്ടാവും. ഞാൻ ഞായറാഴ്ച തിരിച്ചു പോരും. വെള്ളി ശനി ഞായർ ഞാൻ എറണാകുളം ഉണ്ടാവും. അപ്പം ഗായ്സ്, അപ്പം ഈ വീഡിയോ മീറ്റ് ചെയ്യേണ്ടവർക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ടൈമിൽ കുടുംബക്കാരെ വെതിരിടുന്ന ആക്കുന്ന ആ ഗൈസ്. അപ്പൊ മീറ്റ് ചെയ്യേണ്ടവർ എന്റെ ഒന്ന് പറഞ്ഞാൽ മതി. ഒക്കെ മീറ്റ് ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഗൈസ് ബൈ. ഈ വീഡിയോ അതെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്.
അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ പറ. വണ്ടി പോയി ബൈ.